ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. സാധാരണയായിട്ട് ഈ IOCL ഒക്കെ നമ്മൾ ഗേറ്റ് വഴി തന്നെയാണ് വിളിക്കാറുണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം അവർ എന്ത് ചെയ്തു, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വഴി എന്ത് ചെയ്യാം, ഒരു സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി അല്ലാതെ ഓഫീസർ ഗ്രേഡ് എ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അവർ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഇപ്പൊ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഇത് ബിടെക്കാർക്ക് മാത്രമല്ല, ഇത് ബിടെക്കാർക്ക് മാത്രമേ ഇത് അപ്ലൈ ആയിട്ട് വരുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഡിപ്ലോമക്കാർക്കുള്ള ഡിപ്ലോമ എഞ്ചിനീയേഴ്സ് എന്നുള്ള പോസ്റ്റിലേക്കുള്ള ജൂനിയർ എഞ്ചിനീയർ അതിന്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഐ മീൻ മോസ്റ്റ് പ്രോബ്ലി 9-ാം തീയതി എന്ത് ചെയ്യാം, അത് ഔട്ട് ആവുന്നുണ്ടാവും. അപ്പോൾ അതിന്റെ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഉണ്ട്, ജൂനിയർ എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിലേക്ക്. അതേപോലെ നമ്മളെ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിയുടെ ഓൾറെഡി അവിടെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഇന്നാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതിപ്പം സെപ്റ്റംബർ 5 ഇന്ന് വൈകുന്നേരം ഇപ്പം ഔട്ടായ ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പം തന്നെ ചെയ്തേക്കുന്നത്. ഓൾറെഡി നമ്മൾ ഷെഡ്യൂൾ ചെയ്തൊരു നോട്ടിഫിക്കേഷൻ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോ അത് ഔട്ടായി. ഇതിപ്പം കുറച്ച് കൂടി കഴിയുമ്പോൾ രാത്രി ഒക്കെ ആകുമ്പോൾ ഇത് അപ്പാവുന്നുണ്ടാവും. അപ്പൊ IOCL റിക്രൂട്ട്മെന്റ് നമ്പർ 2025/1. കെമിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ ആർക്ക് അപ്ലൈ ആവേണ്ടി പറ്റും. അപ്പൊ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് BE or BTech equivalent degree with not less than 65% mark for general EWS, OBC, NCL and 55% mark for SC/ST PWD candidates കേസിൽ. ഓക്കെ, അതേപോലെ ഫുൾ ടൈം റെഗുലർ കോഴ്സ് ആയിരിക്കണം ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോളേജ്, യൂണിവേഴ്സിറ്റീസ് ഓർ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഡ്യൂലി റെക്കഗ്നൈസ്ഡ് ബൈ ദ AICTE. അപ്പൊ ഇലക്ട്രിക്കൽ ആകുമ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻസ്, ഐ മീൻ ഇത്രയും ഡിസിപ്ലിൻ എന്താ ഈക്വലന്റ് ആണെന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഈക്വലന്റ് ആണ്. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഇതിൽ ഈക്വലന്റ് ആണ്. ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ, ഇപ്പൊ കുറെ കോളേജിലേക്ക് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് പവർ, ഇപ്പം CET-ലൊക്കെ പുതിയതായിട്ട് എന്തൊക്കെയോ കോഴ്സ് ഇതേപോലെ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ലോഞ്ച് ആയിട്ടുണ്ട്. ഇതൊക്കെ എന്താ ഇക്വലന്റ് ആയിട്ട് അവരവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏജ് ലിമിറ്റ് ആണ്. 26 വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. സ്വതവേ എനിക്ക് തോന്നി ഇവർ 24, 25 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് അവർ അധികം പറയാറ്. ഇതിപ്പോ 26-ലാണ് ഒരു ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആസ് ഓൺ 1 ജൂലൈ 2025. ഓക്കെ, ഇവർ കറസ്പോണ്ടിങ് OBC, SC/ST കാൻഡിഡേറ്റ്സിന്റെ 3 വർഷം 5 വർഷം എന്താ അവിടെ ഏജ് റിലാക്സേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ ഈ ഒരു എന്താ പറയണ്ടേ, നോട്ടിഫിക്കേഷൻ ഇറക്കിയ സമയത്ത് തന്നെ അവർ എക്സാം ഡേറ്റ് അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ സ്റ്റാർട്ട് ഡേറ്റിംഗ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ന് തന്നെയാണ്, 5/9/2025. എന്റെ ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 21-ാം തീയതി രാത്രി 5 മണി, വൈകുന്നേരം 5 മണി വരെയാണ്. നിങ്ങൾക്ക് അവിടെ എക്സാം ഡേറ്റ് അവിടെ കാണുന്നത് ഒക്ടോബർ 31-നാണ്. അപ്പൊ ഇതിന്റെ എക്സാം പാറ്റേണിന്റെ കാര്യങ്ങളൊക്കെ ഡീലായിട്ട് നമുക്ക് പറയാം. അതുകൂടാണ്ട് ഫസ്റ്റ് ആയിട്ട് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് എന്താ അവിടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. പിന്നെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും. ഇതൊക്കെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഓൾറെഡി 31-ാം തീയതി ആണെന്ന് പറഞ്ഞു, ഒക്ടോബർ 31. അപ്പൊ 17-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് എന്താ അവിടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒക്ടോബർ 31 പറഞ്ഞു. അപ്പൊ ഈ ഒരു പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് 2026 ജനുവരിയിൽ എന്താ നിങ്ങൾക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുന്നുണ്ടാവും. അതിന് മുന്നേ തന്നെ കിട്ടാൻ സാധിക്കും. കാരണം വെച്ചാൽ ഡിസംബറിൽ തന്നെ ചിലപ്പോൾ കിട്ടാൻ സാധിക്കും. കാരണം വെച്ചാൽ ഇതേപോലെയുള്ള PSCസിലൊക്കെ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് അവരെ അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനിയിപ്പോ അതിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഒരു റിസർവേഷൻ കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോ നമ്മളുടെ എക്സാം പാറ്റേൺ, ദ സെലക്ഷൻ പ്രോസസ് ഷാൾ കംപ്രൈസ് ഓഫ് ദി ഫോളോയിങ് കമ്പോണൻസ്, അതായത് CBT, ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഗ്രൂപ്പ് ടാസ്ക്, പേഴ്സണൽ ഇന്റർവ്യൂ. ഇനി അടുത്ത അതിൽ നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പറയുന്നത് ഡൊമൈൻ നോളജ്. ഇലക്ട്രിക്കൽ ആണെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് അതില് പിന്നെ QA 20, റീസണിങ് 15, വെർബൽ എബിലിറ്റി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് 15. അപ്പൊ ടോട്ടല് 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കും. അതേപോലെ 1/4 മാർക്സ് എന്തായിരിക്കും, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/4 മാർക്സ് ആണ് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് ഉള്ളത്. ഓക്കെ, ഇതിന്റെ ഡ്യൂറേഷൻ പറഞ്ഞിട്ടുണ്ട്. ദ ടെസ്റ്റ് ഷാൽ കംപ്രൈസ് ഓഫ് ഒബ്ജക്റ്റീവ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഷാൽ ബി ഫോർ എ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് 150 മിനിറ്റ്സ് ആണ് പറഞ്ഞിരുന്നത്. അതായത് 2.5 മണിക്കൂറാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 2.5 മണിക്കൂർ 100 ക്വസ്റ്റ്യൻസ്. നോക്കാം, നമുക്ക് അവിടെ ഗേറ്റ് പാറ്റേണിലേക്ക് വരുമോ, ഇതിന്റെ കാര്യം അറിയില്ല. ക്വസ്റ്റ്യന്റെ ലെവല്
ഗേറ്റ് പാറ്റേണിലേക്ക് വരുമെന്നില്ല ഇറങ്ങാൻ 2.5 മണിക്കൂറാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. എക്സാം സെന്റർ തിരുവനന്തപുരത്ത് എക്സാം സെന്റർ ഉണ്ട്. ഓക്കെ, കണ്ടില്ല, തിരുവനന്തപുരം 38ാമത്തെ എക്സാം സെന്റർ ആയിട്ട് തിരുവനന്തപുരം ഉണ്ട്. പിന്നെ 15ാമത്തെ എക്സാം സെന്റർ ആയിട്ട് എറണാകുളം ഉണ്ട്. കാലിക്കറ്റ് അവരോട് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കാലിക്കറ്റ് ഇല്ല. അപ്പൊ കേരളത്തില് തിരുവനന്തപുരം, എറണാകുളം ഇന്ത്യ അവിടെ എക്സാം സെന്റർ ഉണ്ട്. ഓക്കെ, പിന്നെ അവിടെ ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോസസ് ആണ് പറഞ്ഞേക്കുന്നത്. ഷോർട്ട് ലിസ്റ്റിംഗ് എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഗ്രൂപ്പ് ടാസ്ക് അല്ലെങ്കിൽ പേഴ്സണൽ ഇന്റർവ്യൂ ഷാൽ ബി ഡൺ ബൈ അറേഞ്ച് ദ CBT മാർക്സ് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദിയർ റെസ്പെക്ടീവ് ഡൊമൈൻ. ഓക്കെ, പിന്നെ ഡോക്യുമെന്റ് റെഡ്നെസ് കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെയിറ്റേജിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ CBTക്ക് 55% വെയിറ്റേജ് ആയിരിക്കും ഉണ്ടാവുക. GD അല്ലെങ്കിൽ ഗ്രൂപ്പ് ടാസ്ക് 5%, പേഴ്സണൽ ഇന്റർവ്യൂ 10%. ഓക്കെ, പിന്നെ അപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ കേസിൽ പറയുന്നുണ്ട്, അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പൊ നിങ്ങൾ നോക്കാം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും. ആ ഒരു സൈറ്റിൽ ഇപ്പം ആക്റ്റീവ് ആണ്, ഞാൻ നേരത്തെ കാണിച്ചതായിരുന്നു. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്താ സൈറ്റിൽ കയറിയിട്ട് കൊടുക്കാം. പക്ഷെ ഇതില് പറഞ്ഞില്ലാത്ത വേക്കൻസീസിന്റെ കാര്യം അവരോട് പറഞ്ഞിട്ടില്ല. എത്രയാണ് വേക്കൻസീസ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെ പ്ലേസ്മെന്റ് ആൻഡ് നേച്ചർ ഓഫ് ജോബ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതില് ബിസിനസ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കൂടി ഒരു പോയിന്റ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജോയിനിങ് ടൈം കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റെമ്യൂണറേഷൻ കാര്യങ്ങള്, റെമ്യൂണറേഷൻ 50,000 1,60,000 എന്ന് പറയുന്ന പേ സ്കെയിലാണ് വരുന്നുണ്ട്. അപ്പൊ പിന്നെ അവിടെ ഒരു സർവീസ് ബോണ്ട് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിന് 3 ലക്ഷവും EWS OBC SSD 50,000 ആണ് വരുന്നുണ്ടാവുക 3 ഇയേഴ്സിന്റെ. ഓക്കെ, പിന്നെ അവിടെ നമ്മുടെ എക്സാമിന് വേണ്ടി എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ അല്ലെങ്കിൽ എക്സാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ട്രാവൽ റീഇംബേഴ്സ്മെന്റ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന് നമുക്കൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സൈറ്റ് അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്, പക്ഷെ അവിടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.